അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സെമിനാറുകളുമായി സർക്കാർ. ആദ്യം ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കും. വിഷൻ 2031 ഭാഗമായാണ് സെമിനാറുകൾ. ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഈ ഒരു സെമിനാറുകളുമായി സർക്കാർ മുന്നോട്ട് വരികയാണ്. ആദ്യം ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന്റെ വിഷൻ 2031 എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് വിവിധ വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹ്മാനാണ് ഈ ഓഫീസാണ് ഇത്തരം വിവരങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ നൽകിയത്. കൊച്ചിയിൽ വെച്ചായിരിക്കും ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുക. ഈ ന്യൂനപക്ഷ സംഗമത്തിന് എതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നലെ തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മത നേതാക്കന്മാർ തന്നെ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണ് മത നേതാക്കന്മാർ. അതിൽ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ തരത്തിലുള്ള ചില ചർച്ചകളും ഒപ്പം തന്നെ ചില പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. ആ സമയത്ത് അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇങ്ങനെ 33 സെമിനാറുകൾ സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കാനും ആ സെമിനാറുകളിലൂടെ ഉയർന്നു വരുന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ ചർച്ച ചെയ്യാനും ഒക്കെ തീരുമാനമെടുത്തത്. എന്നാൽ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിക്കുക. കാരണം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും. അത് ഏകദേശം നവംബർ ഡിസംബർ മാസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തോടുകൂടി തന്നെ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കും. ഇതിനിടയിൽ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ തന്നെ പറയുന്നത്. 9 വർഷം ഇല്ലാത്ത തരത്തിലുള്ള ഒരു കോൺക്ലേവുകളും ചില ന്യൂനപക്ഷ സംഗമങ്ങളും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 33 സെമിനാറുകൾ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി നടക്കും. ന്യൂനപക്ഷ സംഗമത്തിൽ മുസ്ലിം ക്രിസ്തീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സമുദായ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഒപ്പം ബുദ്ധ ജൈന വിഭാഗങ്ങളെ കൂടി പങ്കെടുപ്പിക്കാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിശാലമായ ഒരു സംഗമമായിരിക്കും നടത്തുക. ഇത് സംഗമത്തിന്റെ തീയതിയോ മറ്റു കാര്യങ്ങളോ ഇതുവരെയായും പ്രഖ്യാപിച്ചിട്ടില്ല. ശരി. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സെമിനാറുകളുമായി സർക്കാർ. ആദ്യം ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കും. വിഷൻ 2031 ഭാഗമായാണ് സെമിനാറുകൾ. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.